കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രികയുടെ ശരീരത്തിൽ കാർ കയറ്റിയിറക്കിയ സംഭവത്തിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് മരിച്ച കുഞ്ഞുമോളുടെ മകൾ സൂഫിയ ഷഫീഖ്. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും സൂഫിയ പ്രതികരിച്ചു. തക്കതായ ശിക്ഷ കൊടുക്കണം. പോലീസുകാർ നല്ല രീതിയിലാണ് ഞങ്ങളോട് സഹകരിക്കുന്നതും. അവർ പ്രതിയെ പിടിക്കാൻ പെട്ടെന്ന് തന്നെ എല്ലാ ഇതും ചെയ്ത് പെട്ടെന്ന് തന്നെ പിടിച്ച് അവർ എല്ലാ രീതിയിലും ഞങ്ങളോട് ഇതാവുന്നുണ്ട്. ഇനി ശിക്ഷ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അവന് കൊടുക്കാൻ പറ്റുന്ന, അവർക്ക് രണ്ടുപേർക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കുക. ആ വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ വ്യക്തമായിട്ട് കണ്ട്. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായ കിട്ടിയേനെ. അരുൺ രാജുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഇപ്പോൾ അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? മരിച്ച കുഞ്ഞുമോളുടെ മകൾ സൂഫിയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഇക്കാര്യത്തിൽ തക്കതായ ശിക്ഷ ഈ പ്രതികൾക്ക് ലഭിക്കണമെന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. തങ്ങളുടെ അമ്മയ്ക്ക് പകരം മറ്റൊന്നും ലഭിക്കില്ലെന്ന് തങ്ങൾക്ക് അറിയാം. പക്ഷേ ഇക്കാര്യത്തിൽ ഇനിയൊരു വേറൊരു വ്യക്തിക്ക് ഇത്തരം അപകടം ഉണ്ടാകാൻ ഇടവരുത്തരുത്. അതുകൊണ്ട് ഈ പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്ന ആവശ്യം ഈ മരിച്ച കുഞ്ഞുമോളുടെ മക്കൾ തന്നെ മുന്നോട്ട് വെക്കുന്നു. കുടുംബം ഇപ്പോഴും വേദനയിലാണ്. ഇന്നലെയാണ് സംസ്കാരം കഴിഞ്ഞ മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ വേദനയിലാണ് കുടുംബം ഇപ്പോഴും ഉള്ളത്. ഈ സംഭവത്തിൽ ഇന്ന് പോലീസിന്റെ ഭാഗത്തുണ്ടായ നടപടി, നാളെ ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിക്കാനാണ് നിലവിൽ പോലീസ് എടുത്തിരിക്കുന്ന തീരുമാനം. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ഈ തെളിവെടുപ്പടക്കം പൂർത്തിയാക്കി അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലുള്ള തീരുമാനം. മറ്റൊന്ന്, ഈ അജ്മലിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നീക്കം ഇന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് റിപ്പോർട്ട് തേടിയ ശേഷം ആദ്യഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്യും. പിന്നീട് ഈ ലൈസൻസ് റദ്ദ് ചെയ്യാതിരിക്കാനുള്ള എന്ത് വിശദീകരണമാണ് അജ്മലിന് നൽകാനുള്ളത് എന്ന കാര്യം ആരായുകയും ചെയ്യും. ഇതിനുശേഷം അജ്മലിന്റെ ലൈസൻസ് തന്നെ റദ്ദാക്കുന്നതിനെ കുറിച്ചുള്ള നടപടികളായിരിക്കും പിന്നീട് സ്വീകരിക്കുക. പോലീസ് ഇക്കാര്യത്തിൽ ഒരു പഴുതടച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരി, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്.